എല്ലാവർക്കും നമസ്കാരം. ഹിന്ദു പത്രത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഡിസ്കഷനാണ് ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടു ദ പോയിൻ്റ് കറണ്ട് അഫയേഴ്സ് ഡീറ്റെയിൽസ് മാത്രമേ ഡിസ്കസ് ചെയ്യൂ, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിന് ആവശ്യമുള്ളത് മാത്രം. അപ്പോൾ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് സീ വിൻസ് ഇറോഡ് സുന്ദർബൻസ് ടെമ്പിൾ. അപ്പോൾ സുന്ദർബൻസിലെ ശിവ ടെമ്പിളിൽ ക്ലൈമറ്റിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് കാരണം ഉണ്ടായ പ്രശ്നങ്ങളാണ് ആദ്യത്തെ ന്യൂസിൽ പറയുന്നത്. സീ വിൻസ് ഇറോഡ് സുന്ദർബൻസ് ടെമ്പിൾ ടു പ്രിവെൻറ്റ് കൊറോഷൻ ഓഫ് ദ 11th century ടെറാക്കോട്ട ടെമ്പിൾ. ദ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്ലാൻസ് ടു റീപ്ലേസ് ഡാമേജ്ഡ് ബ്രിക്സ് ആൻഡ് പ്ലാന്റ് ട്രീസ് ആസ് പ്രൊട്ടക്റ്റീവ് ബാരിയർ. അപ്പോൾ എന്താണ് കാരണം, ഏതാണ് ഈ പറയുന്ന ടെമ്പിളിന് ഇമ്പോർട്ടൻസ് എന്നാൽ 11th century ടെമ്പിളാണ്, ശിവ ടെമ്പിളാണ്, വെസ്റ്റ് ബംഗാളിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് കാരണമാണ് ഈ പറഞ്ഞ ഇറോഷൻ സംഭവിക്കുന്നത്, അതായത് ഈ പറഞ്ഞ സർഫേസിലുണ്ടാകുന്ന ഡീഗ്രഡേഷൻ സംഭവിക്കുന്നത്. എയർ സലൈനിറ്റിയാണ് കാരണം. ഉപ്പിൻ്റെ കണ്ടൻറ്റ്, എയറിലെ ഉപ്പിൻ്റെ കണ്ടൻറ്റ്, അതാണല്ലോ സീ വിൻഡിൽ ഉണ്ടാവുക. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് പറയുന്നു. അപ്പോൾ അതിൽ ട്രീസ് വെച്ച് പിടിപ്പിക്കാനും അതുപോലെ തന്നെ മറ്റ് പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ്, ഈ പറഞ്ഞ ബ്രിക്സ് ഒക്കെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊട്ടക്റ്റീവ് മെഷേഴ്സാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എടുത്തിരിക്കുന്നതെന്ന് പറയുന്നു. സെക്യൂരിറ്റി അപ്സ്കെയിൽ ചെയ്ത് പറയുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്ക്. അപ്പോൾ ഭാരത് ജോഡോ യാത്ര എന്തുമായി ബന്ധപ്പെട്ടാണ്? രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിൻ്റെ ഈ പറയുന്ന റീജുവനേഷനുമായി ബന്ധപ്പെട്ട യാത്രയാണ് ഭാരത് ജോഡോ യാത്ര. ഡൽഹി ഗെറ്റ്സ് എ 10-year പ്ലാൻ ഫോർ റോഡ് റിപ്പയർ അപ്പ് കീപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് ഉണ്ട്. ഇതിൽ 1400 കിലോമീറ്റർ റോഡ്സിൻ്റെ PW ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് റിപ്പയർ ചെയ്യാം എന്നാണ് പറയുന്നത്. ഇതിൽ പോലീസ്, ഡൽഹി ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഡൽഹി ഗവൺമെൻറ്റിന് പോലീസ് ഉണ്ടോ? പോലീസ് ഇസ് നോട്ട് റിപ്പോർട്ടിംഗ് ടു ഡൽഹി അസംബ്ലി ഓർ ഗവൺമെൻറ്. ശരിക്കും പോലീസ് ഇല്ല. ലാൻഡ് പബ്ലിക് ഓർഡർ പോലീസ് ഡൽഹിക്കില്ല എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വേറൊരു ന്യൂസിൽ പറഞ്ഞിരിക്കുന്നത് റിസർച്ചേഴ്സ് ഓഫർ ടിപ്സ് ടു സേവ് കേരള സിങ്കിങ് ഐലൻഡ്. ഏതാണ് ഈ മുങ്ങിപ്പോകുന്ന ഐലൻഡ് എന്ന് പറയുന്നത്? ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് കൊല്ലത്തിലെ മൺട്രോ ഐലൻഡാണ്. മൺട്രോ തുരുത്ത്. റെസിഡൻസ് ഹാവ് ബീൻ ഫേസിങ് സ്റ്റഡി ലാൻഡ് സബ്സിഡൻസ് ആൻഡ് ലോവർ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി. ഇതിന് കാരണമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ദ ഐലൻഡേഴ്സ് ആർ ഫേസിങ് സ്റ്റഡി ലാൻഡ് സബ്സിഡൻസ്, ടൈഡൽ ഫ്ലഡിങ് ആൻഡ് ലോവർ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി. അത് കാരണം ഒരുപാട് പേര് അവിടെ നിന്ന് പോകുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹാസ് റിവീൽഡ് ആന്ത്രപ്പോജനിക് ഇൻ്റർവെൻഷൻസ് ആസ് മെയിൻ റീസൺസ് ഫോർ ദ പ്ലൈറ്റ് ഓഫ് മൺട്രോ തുരുത്ത്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു എന്താണ് ആന്ത്രപ്പോജനിക് റീസൺസ് എന്ന് പറയുന്നത്. ആന്ത്രപ്പോജനിക് എന്ന് പറഞ്ഞാൽ മാൻ മെയ്ഡ് റീസൺസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന് കാരണം എന്താണ്? മാൻ മെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് എന്ന് പറയുന്നത് കേരള ഈസ് ഇൻ ടോക്സിക് ഡെറ്റ് ആൻഡ് അക്യൂട്ട് ഫിനാൻഷ്യൽ ക്രൈസിസ്. UDF വൈറ്റ് പേപ്പർ. UDFിൻ്റെ വൈറ്റ് പേപ്പറിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? കേരള അതിഭീകരമായ കടബാധ്യതയിലാണെന്ന് പറഞ്ഞത്. അതൊരു ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞതാണ്. ഒരു സെപ്പറേറ്റ് ആർട്ടിക്കിളിൽ നമ്മളിത് ഡിസ്കസ് ചെയ്തതാണ്. വൈ ഈസ് SC എക്സാമിനിങ് മാരേജ് ലോ ഫോർ മൈനർ ഗേൾസ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് റിലീജിയസ് നിയമങ്ങൾ വേറെയാണ്, അതുപോലെ തന്നെ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമങ്ങളും വേറെയാണ്. ഇവർ രണ്ടുപേരും കോൺട്രാഡിക്റ്റാണ്, വൈരുദ്ധ്യമുള്ളതാണ്. അപ്പോൾ ഏത് രീതിയിൽ സുപ്രീം കോടതി ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന് അറിയില്ല. അപ്പോൾ സുപ്രീം കോടതി ഈ കേസ് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യം ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആവും അതിൻ്റെ തീരുമാനങ്ങൾ. അപ്പോൾ അതിന് വേറെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിൽ പോക്സോ നിയമം, അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ്, പ്രിവെൻഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട്, അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയത് കാരണം ഹിന്ദുവിലെ എഡിറ്റോറിയൽ ഇല്ല. അതുകൊണ്ട് ഇത്രയാണ് ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു ദ വീഡിയോ. ബൈ, ടേക്ക് കെയർ.